തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി ടൂറിസം മന്ത്രാലയം. ഈ കുറവിന് പിന്നാലെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാനെ തുർക്കി പരസ്യമായി പിന്തുണച്ചതാണ്. ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ നിലപാട് തുർക്കി എന്ന യാത്രാ ലക്ഷ്യത്തോടുള്ള ഇന്ത്യക്കാരുടെ താൽപര്യത്തിൽ കാര്യമായി ഇടിവുണ്ടാക്കി. ചരിത്രപരമായി ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇത്തരമൊരു നിലപാട് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഇന്ത്യക്കാരെ കൂടുതൽ നിരാശരാക്കിയത്. പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഈ വിരോധം വർദ്ധിപ്പിച്ചു. യാത്രാ വ്യവസായത്തിൽ ഈ മാറ്റം പ്രകടമാണ്. ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് നിരവധി വിമാന സർവീസുകൾ ഉണ്ടായിരുന്നെങ്കിലും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ പല ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകൾ വെട്ടിക്കുറച്ചു. കഴിഞ്ഞ വർഷം ജൂണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ജൂണിൽ 37%, മെയ് മാസത്തിൽ 24% കുറവ് രേഖപ്പെടുത്തി. ഇത് തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിവാണ് നൽകിയത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഓരോ വർഷവും തുർക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റമെന്നത് ശ്രദ്ധേയമാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ ഒരു രാജ്യത്തിന്റെ ടൂറിസം മേഖലയെ എങ്ങനെ ബാധിക്കണമെന്ന് തുർക്കി ഇന്ത്യൻ സാഹചര്യം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിൽ നിന്ന് വരുന്ന സഞ്ചാരികളുടെ എണ്ണം കുറയുന്നതും തുർക്കിയുടെ വരുമാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇന്ത്യൻ സഞ്ചാരികൾ മറ്റു രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ യാത്രകൾ മാറ്റാൻ തുടങ്ങിയതോടെ തുർക്കിയുടെ നഷ്ടം ഇരട്ടിച്ചു. ഈ സാഹചര്യം തുർക്കിക്ക് സംബന്ധിച്ച് ഒരു വലിയ പാഠമാണ്.